മൗനരാഗത്തിലാണെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ് ആണ് പ്രിയ പ്രേക്ഷകരെ കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ കല്യാണിയെ കൊല്ലാനായിട്ട് സരയു വരുന്നുണ്ടെങ്കിലും സരയുവിൻ്റെ ആ പദ്ധതി നടക്കുന്നില്ല എന്ന് കാണാം. എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ നമ്മുടെ കല്യാണി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. കൂടാതെ കത്തിയെടുത്ത് കുത്താനൊക്കെ നമ്മുടെ സരയു ശ്രമിക്കുന്നുണ്ട്. ആ സമയമാണെങ്കിൽ എന്തോ നമ്മുടെ കല്യാണി ഉന്തി മറച്ചിട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് വന്ന് വാതിലെല്ലാം ചവിട്ടി തുറന്നതിന് ശേഷം നമ്മുടെ കല്യാണിയെ പുറത്തേക്ക് കടത്തുകയും സരയുവിനെ പിടിച്ചു കെട്ടി പ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ സരയു അങ്ങനെ പ്രാന്താശുപത്രിയിൽ നമ്മുടെ കിരൺ എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെയിരിക്കെ നമ്മുടെ കല്യാണിയാണെങ്കിൽ കിരണിൻ്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കിരണേട്ടാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിവരങ്ങളൊക്കെ വിശദീകരിക്കുന്നു. കൂടാതെ സരയുവിനെ പ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നു. അപ്പോഴാണെങ്കിൽ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ആ ഒരു വലിയ ശല്യം ഒഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. രൂപയ്ക്കും നമ്മുടെ പ്രകാശനും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കൂടാതെ പ്രകാശനാണെങ്കിൽ തൻ്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാൻ സാധിക്കും. ഒടുവിലതാ അച്ഛൻ്റെ തണലിൽ, അതായത് പ്രകാശൻ്റെ തണലിൽ 3 പെൺമക്കളും ഒന്നിച്ചേരുന്ന കാഴ്ചയും നമുക്ക് കാണാം പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട